നമസ്കാരം, ഞാൻ MS. മൈനാഗപ്പള്ളി ആനൂർക്കാവില് സ്കൂട്ടർ യാത്രികരെ കാറ് കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രതികളായിട്ടുള്ള 2 പേരിലൊന്ന് അജ്മൽ എന്ന് പറയുന്ന 29 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ നാടെന്ന് പറയുന്ന കരുനാഗപ്പള്ളിയാണ്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറായിട്ടുള്ള ശ്രീകുട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് 27 വയസ്സും പ്രായമാണുള്ളത്. അന്ന് ആ അപകടം നടക്കുന്ന സമയത്ത് ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 പ്രതികളെയും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഏതാണ്ട് അന്ന് രാത്രി തന്നെ ഇരുവരെയും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവാഹമോചിതയായിട്ടുള്ള ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ പരിചയപ്പെടുന്നത് തന്നെ ഏതാണ്ട് 6 മാസം മുമ്പാണ് പരിചയപ്പെടുന്നത്. എന്ന് വെച്ചാല് ശ്രീകുട്ടി വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇവരുടെ പരിചയം ഉണ്ടാകുന്നത്. ശ്രീകുട്ടിക്ക് തന്നെ പരിചയപ്പെടുത്തുന്നത്, അജ്മല് സ്വയം പരിചയപ്പെടുത്തിയത് നൃത്താധ്യാപകനാണ് താനെന്നുള്ള രീതിയിലായിരുന്നു. അതോടുകൂടിയിട്ട് ഇരുവരും തമ്മിൽ അധികം വൈകാതെ തന്നെ നല്ല രീതിയിൽ അടുക്കുകയായിരുന്നു എന്നാണ് ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞ മൊഴി. അങ്ങനെ ഇരുവരും തമ്മിൽ ഒരുമിച്ച് നൃത്ത പഠനത്തിന് പോവുകയും ചെയ്തിരുന്നു. വിവാഹമോചിതയായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ടി ഈ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് പോയത് തന്നെ. ശ്രീകുട്ടിയുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള അജ്മൽ എന്ന് പറയുന്ന 29-കാരന് ഏതാണ്ട് കഴിഞ്ഞ പുറകിലെ വർഷങ്ങളിൽ 8 കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിൽ തന്നെ പോലീസ് പറഞ്ഞിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് പൊതുമുതൽ നശിപ്പിക്കല്, അതേപോലെ തന്നെ വഞ്ചന കുറ്റം തുടങ്ങിയിട്ടുള്ള കേസുകളാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ നിലവിലുള്ളത്. അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശ്രീകുട്ടിയുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ അപകടം നടക്കുന്നത് അജ്മലും സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ശ്രീകുട്ടിയും കൂടിയിട്ട് അവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ തിരുവോണ ദിവസം ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് ആ പാർട്ടിയിൽ മദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ മദ്യപിച്ച് മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടാവുന്നത് തന്നെ. ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ അത് പോലീസുകാർ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. മാത്രമല്ല, ഇടിച്ചതിന് ശേഷം വണ്ടിയുടെ അടിയിൽ ബൈക്കിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ വണ്ടിയുടെ അടിയിലായിരുന്നു. അപ്പോൾ വണ്ടി എടുക്കരുതെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടും അതിന് പ്രേരിപ്പിച്ചത്, വണ്ടി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ശ്രീകുട്ടിയാണെന്നുള്ള മൊഴിയാണ് അജ്മല് പോലീസിനോട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപകടം നടക്കുന്ന ദിവസം വൈകുന്നേരമാണ് ഈ ഒരു കാർ ആക്സിഡന്റ് നടക്കുന്നത് തന്നെ. എന്ന് വെച്ചാല് മൈനാഗപ്പള്ളി സ്വദേശിനായിട്ടുള്ള കുഞ്ഞുമോളും ബന്ധുവായിട്ടുള്ള ഫൗസിയയും തമ്മിൽ സ്കൂട്ടറിൽ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ വളവ് തിരിഞ്ഞ് വന്ന അജ്മലിന്റെ കാറ് ഇവരെ ഇടിച്ചിട്ടിട്ടതിന് ശേഷം ആ അടിയിൽപ്പെട്ടിട്ടുള്ള ആളെയും കൂടെ കയറ്റി ഇറക്കിയിട്ട് അമിത വേഗതയിൽ ആ കാർ ഓടിച്ചു പോവുകയായിരുന്നു. അപകടം നടന്ന സമയത്ത് നാട്ടുകാർ റോഡിൽ കൂടുന്നത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാറ് കയറ്റി ഇറക്കിയിട്ട് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ള കുഞ്ഞുമോളെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏതാണ്ട് രാത്രി 9:45 കൂടിയിട്ട് കുഞ്ഞുമോള് മരണപ്പെടുകയുണ്ടായിരുന്നു. മാത്രമല്ല, ഫൗസിയ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആക്സിഡന്റ് ഉണ്ടായ ആ ഒരു സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ എന്ന രീതിയിൽ ഇവർ വളരെ വേഗത്തിൽ അതിവേഗതയിൽ ഈ കാർ ഓടിച്ചിട്ട് പോയപ്പോൾ അവിടുത്തെ നാട്ടുകാർ പിന്തുടർന്നു. അതോടുകൂടി ഇയാള് കാറ് നിർത്തിയിട്ട് അജ്മല് അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന യുവതി സമീപത്തെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് ഉണ്ടായത്. പിന്നീട് പോലീസ് അവരെ പിടിക്കുകയും ചെയ്തു, 2 പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പക്ഷെ ഇതില് വലിയൊരു ടിസ്റ്റ് എന്നാൽ അജ്മല് കാർ ഇടിച്ചപ്പോൾ തന്നെ നാട്ടുകാര് വാഹനം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഒരു കാര്യം എന്തെന്നാൽ ആ കാറിനടിയിൽ ഒരാള് പെട്ടിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ നിസ്സാര പരിക്കുകളോട് കൂടിയിട്ട് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ ഇവരെ ഇപ്പോൾ അജ്മല് പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറയുന്നത് ആ സന്ദർഭത്തിൽ ശ്രീകുട്ടി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ കാറ് വളരെ വേഗത്തിൽ അവിടുന്ന് എടുത്തത്, അതുകൊണ്ടാണ് അവര് മരിക്കാൻ കാരണമെന്നൊക്കെയാണ് ഇപ്പോൾ അജ്മല് പുറത്തുവിട്ടിരിക്കുന്ന കാര്യം. ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട് അതനുസരിച്ചിരുന്നുവെങ്കിൽ, ആ കാർ അവിടെ നിന്നും എടുക്കാതിരുന്നുവെങ്കിൽ നിസാര പരിക്കുകളോടെ തന്നെ കുഞ്ഞുമോൾക്ക് ജീവൻ തിരികെ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതില് ശ്രീകുട്ടിക്കെതിരെ ആദ്യം പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിരുന്നത്. പിന്നീട് അത് മാറ്റുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാല് ഈ നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടും സാക്ഷിമൊഴികളുടെയും ഒക്കെ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് കേസ് ഇപ്പോ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യാ കുറ്റം ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്.
നമുക്ക് ഈ കേസില് ഒന്നാം പ്രതിയായിട്ടുള്ള അജ്മലിനെതിരെ കാറിലൊപ്പം ഉണ്ടായിരുന്ന രണ്ടാം പ്രതിയായിട്ടുള്ള ശ്രീകുട്ടി നൽകിയിട്ടുള്ള മൊഴി കൂടി പരിശോധിക്കാം. ശ്രീകുട്ടി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് അജ്മല് ഒരിക്കലും എന്താ പറയാ, അജ്മലൻ തന്നെ, അതായത് ശ്രീകുട്ടിയെ നിർബന്ധിച്ചിട്ട് മദ്യം കുടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ശ്രീകുട്ടി പോലീസിന് ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ശ്രീകുട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ കാറിനടിയിൽ മറ്റൊരാൾ ഉണ്ട് എന്നുള്ളത് താൻ അറിഞ്ഞിരുന്നില്ല എന്നും ശ്രീകുട്ടി പോലീസിനോട് പറയുകയുണ്ടായി മൊഴിയായിട്ട്. അപ്പോൾ ശ്രീകുട്ടി പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ കാറ് സ്കൂട്ടറിലിടിച്ച് നിലത്തേക്ക് വീണതിന് ശേഷം കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടുമില്ല അജ്മലിനോട് എന്നുള്ളതാണ് അതും കൂടി ശ്രീകുട്ടി എടുത്തു പറയുന്നുണ്ട്. ശ്രീകുട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ തന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം തന്നെ അജ്മൽ കൈക്കലാക്കിയിരുന്നു. അത് തിരികെ കിട്ടാൻ വേണ്ടി മാത്രമാണ് അജ്മലിനോടൊപ്പം താൻ സൗഹൃദം സ്ഥാപിച്ചത് എന്നുള്ളതാണ് പോലീസിനോട് ശ്രീകുട്ടി പറഞ്ഞിട്ടുള്ള മറ്റൊരു മൊഴി എന്ന് പറയുന്നത്. പക്ഷെ കഥ എന്തൊക്കെ തന്നെ ആയാലും നിലവിലിപ്പോൾ രണ്ടു പേർക്കും, അതായത് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ കുറ്റം ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ്. കേസ് കോടതിയിലെത്തിയപ്പോൾ അവിടെ പോലീസ് ഇവർക്കെതിരെ ആരോപിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാല്, അതായത് അജ്മലും ശ്രീകുട്ടിയും രാസലഹരിക്കും മദ്യത്തിനും അടിമകളാണെന്നുള്ള കാര്യം കൂടി പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. കാരണം അങ്ങനെ പറയാൻ കാരണം, പോലീസ് കരുനാഗപ്പള്ളിയിലെ ഇവരുടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്ന്, ഇവരെന്നും താമസിക്കാറുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നും അവിടെ പോയി പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും മദ്യക്കുപ്പികളും അതേപോലെ തന്നെ രാസലഹരി ഉപയോഗിക്കുന്നതിനായിട്ടുള്ള ട്യൂബുകളും മറ്റുമൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ആ ഒരു ആരോപണം കൂടി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേരള പോലീസ് പറയുന്നത്, അതായത് അപകടം ഉണ്ടാകുന്നതിന് തലേ ദിവസമാണ് ഇവർ രണ്ടുപേരും കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ ഈ പറഞ്ഞ ശ്രീകുട്ടിയും അജ്മലും കൂടി അവിടെ മുറിയെടുത്തു എന്നുള്ളത് മാത്രമല്ല, ആ മുറിയിൽ വെച്ച് രാസലഹരികൾ ഉപയോഗിക്കാറുണ്ടെന്നുള്ള രഹസ്യ റിപ്പോർട്ടും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അവരവിടെ ഒരു പരിശോധനയൊക്കെ നടത്തിയത്. ആ പരിശോധനയിലാണ് അവിടെ നിന്നും ധാരാളം മദ്യക്കുപ്പികളും അതുപോലെ തന്നെ രാസലഹരി ഉപയോഗിക്കാനായിട്ടുള്ള ട്യൂബുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവിടുന്ന് കണ്ടെത്തുകയും ഒക്കെ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രൂവ് ചെയ്യുന്നത്. പിന്നീട് കോടതിയിൽ നിന്ന് ഒരു വിചാരണ ഉണ്ടായതിനു ശേഷം ഒന്നാം പ്രതി കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള അജ്മലിനെയും രണ്ടാം പ്രതിയായിട്ടുള്ള നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെയും, ഇവരെ രണ്ടുപേരെയും ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പിന്നീട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തത് തന്നെ.